കേരള സർവകലാശാല ഈ രാജ്യത്തെ സർവകലാശാലകളുടെ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തുള്ള സർവകലാശാലയാണ്. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. അപ്പൊ ആ സർവകലാശാലയിൽ അരുൺകുമാർ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ അത് വളരെ വളരെ ഗൗരവതരമാണ്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ യൂണിവേഴ്സിറ്റികളിൽ 9ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി. ഏറ്റവും മെച്ചപ്പെട്ട 10 യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. ഏത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അത് പറഞ്ഞതെന്ന് വ്യക്തമാണ്. മേഖലാ സർവകലാശാലകളുടെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന NIRF എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന NIRF ആണ്. NIRFന്റെ ഓവറോൾ റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി 38ാം സ്ഥാനത്താണ്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഈ ഗ്ലോബൽ റേറ്റിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ 2273ാം സ്ഥാനത്താണ് ഗ്ലോബൽ റാങ്കിംഗ് നെറ്റ്വർക്കിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ 10ൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള അങ്ങയുടെ വാദം ശരിയല്ല. വസ്തുതാപരമായിട്ടുള്ള ആ പെശകൊന്ന് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ സമരപ്രഹസനത്തിൻ്റെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 5-6 ദിവസങ്ങളായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെ പറ്റി നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിൻ്റെ രാജിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും സമരപ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. സമൂഹത്തിൽ അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ പ്രതിഷേധങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് തിരിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഫാർസായിട്ടുള്ളൊരു പ്രകടനം മാത്രമാണ് ഇന്നത്തെ സമരം. അത് വലിയൊരു പോയിന്റ് അല്ലടോ. അല്ലാതെ എന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയിട്ടോ എന്തെങ്കിലും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നിർത്തിയിട്ടോ ഉള്ള ഒരു സമരമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. ഞാൻ നേരത്തെ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി 9th പൊസിഷനിൽ വന്നു എന്ന് പറഞ്ഞൊന്നും ചോദിച്ചില്ലേ? NIRFന്റെ റാങ്കിംഗ് ആണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി തന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ താങ്കൾക്ക് അത് വാട്സാപ്പിൽ അയച്ചുതരാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഇന്ത്യ റാങ്കിംഗ്സ് 2024. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം റാങ്ക്ഡ് 9th ഇൻ സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി കാറ്റഗറി. ഞാൻ സർട്ടിഫിക്കറ്റ് അങ്ങയുടെ വാട്സാപ്പിലേക്ക് ഒരു നിമിഷം കൊണ്ട് വാട്സാപ്പ് ചെയ്തുതരാം. നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം അങ്ങത് ക്ലാരിഫൈ ചെയ്താൽ മതിയാവും. അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 21ാം സ്ഥാനത്തും 2024 തന്നെയാണ് ഞാനും പറയുന്നത് കേട്ടോ, തർക്കമില്ല. 21ാം സ്ഥാനത്തും ഓവറോൾ കാറ്റഗറിയിൽ 38ാം സ്ഥാനത്തുമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിവരം. അത് ഞാൻ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. ശരി, ഞാനത് നോക്കാം. അടുത്ത ഊഴത്തിൽ ഞാനത് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യാം. ഞാനത് നോക്കിയിട്ട് എനിക്ക് അടുത്ത ഊഴം വരുമല്ലോ, ആ ഊഴം വരുമ്പോൾ ഞാൻ അതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിച്ച് പറയാം. ശരി, എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. ശരി ശരി ഇനി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരട്ടെ. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തിയതിനെതിരെയാണ് ഇന്നും സമരം ചെയ്യുന്നതെങ്കിൽ ആ പരിപാടി നടക്കുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്താനുള്ള ഒരു ആർജവം ഇവർ കാണിക്കണമായിരുന്നു. അത് യൂണിവേഴ്സിറ്റിക്കുള്ളിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നടപടിയാണ്. വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ നടപടി എടുക്കുമ്പോൾ അതുകൊണ്ട് കോളേജുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നില്ല, അതുകൊണ്ട് പരീക്ഷാ നടത്തിപ്പിനെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നതിനെ ബാധിക്കുന്നില്ല, അവരുടെ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുമായി വിഷയത്തെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. സമരം നടത്തേണ്ട ആവശ്യം എന്താണുള്ളത്? ഈ ഭാരതാംബയുടെ വിഷയവും കഴിഞ്ഞു, ഈ പറയുന്ന VC രജിസ്ട്രാറും തമ്മിലുള്ള വിഷയവും കഴിഞ്ഞു. ഈ 2 വിഷയമാണെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളും ഒന്നുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സമൂഹത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. ആ സമരത്തിന്റെ ഒരു സംഘടന നിങ്ങൾ നോക്കിയാൽ മതി. ബ്രേക്കിംഗ് അവേഴ്സ്, അതായത് വാർത്തകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോട് കൂടിയിട്ട് ഒരു സമരം വരുന്നു. VC ഇന്ന് ലീവായ ദിവസം VC ചേംബറിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, ഒരു പ്രത്യാഘാതവും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അരച്ചു വരുന്നു. ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. 1.5 മണിക്കൂറോളം പോലീസുകാർ ഒരു നടപടി എടുക്കാതെ അവിടെ നോക്കൂത്തികളെ പോലെ നിൽക്കുന്നു. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ പറ്റിയിട്ട് പ്രതിബദ്ധതയുള്ള ആളുകൾ ആലോചിക്കണം. ഏതാണ്ട് 1,15,000 വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ യൂണിവേഴ്സിറ്റി. കോളേജിൽ സമരം നടത്തുന്ന പോലെയല്ല യൂണിവേഴ്സിറ്റിയിൽ സമരം നടത്തുന്നത്.
അവിടെ ഈ അതിക്രമം കാണിക്കുന്ന സമയത്ത് പോലീസ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം MV ഗോവിന്ദൻ വരുന്നു. ഈ സമരത്തിന്റെ ആവശ്യം എന്തായിരുന്നു? സമരത്തിന്റെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിജയിച്ചിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഡിമാൻഡ് അവിടെ നിന്ന് നടത്തി കൊടുക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. അത് ഇന്നത്തെ മാധ്യമങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ചർച്ച എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയം 2:30 മണി 3 മണി വരെ ആ സമര കോലാഹലം ഇങ്ങനെ നിർത്തിക്കൊണ്ടുവന്നു. MV ഗോവിന്ദൻ വരുന്നു, ഒരു പ്രഖ്യാപനം നടത്തുന്നു. എല്ലാവരും ഒരാൾക്കെതിരെ ഒരു കേസും ഇല്ലാണ്ട് എല്ലാവരും മടങ്ങിപ്പോകുന്നു. അവിടെയാണ് പ്രശ്നം. അതിലൊരു വിദ്യാർത്ഥി നേതാവ് മാധ്യമങ്ങളോട് പറയുന്ന പോലുണ്ട്. ഞാനത് ചാനൽ ചർച്ച കാണുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി നേതാവ് പറയുന്നുണ്ട്, ഇതാണ് ഇന്നത്തെ ചർച്ച, നിങ്ങൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവണം. ഇവിടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ വളരെ കരുതി കൂട്ടി ഇവിടെ നിൽക്കുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നെല്ലാം ചർച്ച വഴിതിരിക്കാനും ഈ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തൊരു പ്രശ്നം കഴിഞ്ഞു പോയിട്ടുള്ള 2 സംഭവങ്ങൾക്ക് ശേഷം ആ സമയത്തൊന്നും യാതൊന്നും ചെയ്യാതെ എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. സമരം ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് താൽക്കാലികമായി 10 ദിവസത്തേക്ക് ആ ചുമതലയിൽ ഇരിക്കുന്ന വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിനെ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരത്തെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് സർവകലാശാലയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല, VC ഇങ്ങോട്ട് വരണ്ട എന്ന് പ്രഖ്യാപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. അതിൽ വലിയ അത്ഭുതം എന്താണ്? ലോക പൊട്ടനാണ്, പൊട്ടന ലോക പൊട്ടൻ. നോക്കൂ, ഇന്നത്തെ സമരത്തിന്റെ ആവശ്യം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുള്ള നടപടി VC അംഗീകരിക്കണമെന്നതായിരുന്നോ? ആവശ്യമോ അങ്ങ് സമരത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കേട്ടോ? ഞാൻ കേട്ടില്ല. പൊട്ടന്മാര്. ഞാൻ അവിടെ കേട്ടത് ഗവർണറുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റികൾ കാവ്യ വലിക്കാതിരിക്കാനുള്ള ശ്രമത്തിനെതിരെയും ഭാരതാംബയുടെ ചിത്രം സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിച്ചതിനെതിരെയും ഈ ഇത് ഇവിടെ നടക്കില്ല, ചോദ്യം ചെയ്യും. ഭാരതാംബയുടെ ചിത്രത്തിൽ തുടങ്ങിയതാണല്ലോ ഇത്. ഭാരതാംബയുടെ ചിത്രത്തിൽ തുടങ്ങിയതാണല്ലോ ഇത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിണിതിയാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ. ചർച്ച ചെയ്യും. ഗവർണറുടെ നോമിനി സമ്പൂർണ്ണമായി സിൻഡിക്കേറ്റിനെയും മറ്റു ഭരണ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുമ്പോഴാണ് അവിടെ പ്രതിഷേധം ഉണ്ടാവുന്നത്. എന്റെ ചോദ്യം അങ്ങ് മനസ്സിലാക്കും. അങ്ങ് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഉത്തരവാദിത്തം SFIക്ക് ഉണ്ടോ? അതായത് രജിസ്ട്രാറുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണം. രജിസ്ട്രാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ പറഞ്ഞതും, രജിസ്ട്രാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവർണറുടെ പരിപാടി റദ്ദാക്കിയതും. അങ്ങനെയുള്ള രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി എടുക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് രജിസ്ട്രാർക്കെതിരെയുള്ള നടപടിയൊക്കെ പിൻവലിക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സംഘടനയല്ലല്ലോ SFI. SFI സമരം ചെയ്യേണ്ടത് എപ്പോഴാണ്? അവിടെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്തല്ലേ. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇത് ഈ സിസ്റ്റത്തിനുള്ള 2 ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഉള്ള ഒരു അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അതിനെന്താ റെമഡി? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഇവിടെ എത്രയാണ് മുഴുവനായിക്കോട്ടെ. അല്ല, പൊളിറ്റിക്കൽ ലൈൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾ വരുത്തിക്കോളൂ. ഞാൻ പറയട്ടെ, പൊളിറ്റിക്കൽ ലൈൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾ വരുത്തിക്കോളൂ. ഇവിടെ ഞാൻ കാണുന്ന 3 ഗതികേടാണ്. ഒന്ന്, ഭരിക്കുന്ന പാർട്ടി പ്രതിസന്ധിയിലാവുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ വരെ അണിനിരത്തിക്കൊണ്ട് ഇല്ലാത്ത വിഷയത്തിന് മേലെ സമരപ്രഹസനം നടത്തുന്ന SFIയുടെ ഒരു ഗതികേട്. ആ SFIക്കാർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇത്രയും വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതിരിക്കുന്ന പോലീസുകാരുടെ ഗതികേട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. ഇത് കേവലം പ്രഹസനമാണ്, ഇത് കോമാളിത്തരമാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടും ഇന്നത്തെ ദിവസം ഈ വിഷയമല്ലാതെ ചർച്ച ചെയ്യാൻ സാധിക്കാതെ വരുന്ന, അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിനെന്തോ വലിയ മാനമുണ്ട്, അതിന് വലിയ രാഷ്ട്രീയമുണ്ട്, അതിൽ ചർച്ച ചെയ്യേണ്ട എന്തൊക്കെയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഗതികേട്. ഞാൻ അതിന്റെ വിശദമായ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അപ്പോ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിൽ പൂർണ്ണമായി മനസ്സിലാവും. പക്ഷെ ജിൻഡോ ജോൺ, ഇവിടെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസും ഒക്കെ എവിടെയാണ് ഇന്നത്തെ? ആദ്യമേ പറയാം, SFIക്കാർ സമരം ചെയ്യേണ്ടതാണ്. അവർ ഏത് വിഷയത്തിൽ സമരം ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സംഘടനയ്ക്കുണ്ട്. അതിലൊന്നും അഭിപ്രായം പറയാൻ ഞങ്ങൾ ആരുമല്ല. പക്ഷേ SFI ഇപ്പോൾ നടത്തിയ സമരം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തത്, കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ തകർച്ച, അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് SFI നടത്തിയത്. രണ്ടാമത്തത്, കേരളത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമുണ്ട്.
1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ നമ്മൾ പറഞ്ഞാൽ ആളുകൾ തലയിൽ കൈവയ്ക്കുന്ന രീതിയിലേക്ക് പോയി. നിത്യോപയോഗ സാധനങ്ങളുടെ വില അത്രയും വലുതായി വർദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അനുകൂലമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് SFI നടത്തിയതെന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം. അപ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പറയും പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്നു സമരമെന്ന്. നിങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർക്കെതിരെ സമരം നടത്തുമ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാ 2 തരത്തിൽ സമരത്തെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത്? നിങ്ങൾ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? ഈ രംഗം സമ്പൂർണ്ണമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നിയന്ത്രണാധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല. വിലക്കയറ്റവും ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഇല്ലാത്ത വിഷയമൊന്നുമല്ല. അതുണ്ട്. പക്ഷേ മറ്റേ കാര്യം കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് ഒരു നിലപാടിലെത്തിയോ കോൺഗ്രസ്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കപ്പെടാൻ പാടില്ല. വിലക്കയറ്റവും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെടണം. യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് നിശ്ചയിക്കുന്ന സംവിധാനം NIRF ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന സംവിധാനമാണ്. അതിന്റെ റാങ്ക് പ്രകാരം ഓവറോൾ കാറ്റഗറിയിൽ 38ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ 21ാം സ്ഥാനത്താണ് എന്നാണ്. അപ്പൊ അങ്ങ് പറഞ്ഞു ഇന്ത്യയിലെ 10 യൂണിവേഴ്സിറ്റികളിൽ 9ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഇതാണ്. ശ്രീമാൻ അഭിലാഷ്, ഞാൻ ആ കാര്യം ഒന്ന് വിശദീകരിക്കുന്നത് അങ്ങ് മിണ്ടാതിരിക്കാനുള്ള സൗമനസ്യം കാണിക്കണം. ഞാനത് വിശദീകരിച്ചതിന് ശേഷം അങ്ങ് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? 10ാം സ്ഥാനത്ത്. അതേ സമയത്ത് ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT, IIM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളുമാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ IIT, IIM പോലെയുള്ള മറ്റ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടാവില്ല, യൂണിവേഴ്സിറ്റികൾ മാത്രമായിരിക്കും. ഈ ഓവറോൾ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ 2781 എണ്ണമാണ്. ഈ 2781 റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി 38ാം സ്ഥാനത്താണ്. ഇനി യൂണിവേഴ്സിറ്റികളുടെ മാത്രം റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ കേരള 21ാം സ്ഥാനത്താണ്. ഇവിടെ ഒന്നും ഈ 10ാം സ്ഥാനത്തിനുള്ളിൽ കേരളം വന്നിട്ടില്ല. സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ 9 ഉണ്ട്, അത് മറ്റൊരു റാങ്കിങ് ആണ്. ഇനി കേരളത്തിലെ മാത്രം യൂണിവേഴ്സിറ്റി റാങ്കിങ് എടുത്താൽ ചിലപ്പോൾ കേരള യൂണിവേഴ്സിറ്റി 1ാം സ്ഥാനത്ത് വരികയായിരിക്കും. അത് കുട്ട ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഞാൻ പറഞ്ഞ കാര്യം ഫാക്ച്വലി കറക്റ്റ് ആണോ? താങ്കൾ ഇന്ത്യയിലെ മൊത്തം യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ 21ാം സ്ഥാനത്തെന്നും ഓവറോൾ കാറ്റഗറിയിൽ 38ാം സ്ഥാനത്തെന്നും പറഞ്ഞത് കറക്റ്റ് ആണ്. അതിനല്ലേ ഞങ്ങൾ തന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ. താങ്കൾ തന്നെ പറഞ്ഞു 180-ലധികം സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ 9ാം റാങ്കിലാണ് കേരള യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്ലേ. അല്ല, അത് സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി മറ്റൊരു കാറ്റഗറിയാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞതും. റാങ്കിങ്ങിൽ കേരളം ഒന്ന് നിർത്ത്.